നന്ദി. ഞാനും കളിയനും തോട്ടുവരം പോകുന്നേരം തോട്ടു വരമ്പത്തോരു ചക്കത്തുണ്ടം കൊണ്ടേ വന്ന് നെഞ്ചില് മുക്കി തിന്നുന്നേരം വിളക്കത്ത പാട്ട പോലെ എന്റെ മോതിരം വന്നു. പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ പറഞ്ഞൂടെ, ഇല്ലേ പാതിരയ്ക്ക് വന്നിരുന്ന് ചൊറിഞ്ഞൂടെ. അന്ന കത്തിയും വല്യരാടാ കോയിക്കോട്ടെ കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് വന്ന് കെട്ടിട്ട്, കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് പെണ്ണ് കെട്ടിട്ട്. ഹലോ ഹലോ ഹലോ. എന്താണ് ഇത്? ആദിവാസി. ആദിവാസി? ഞാൻ ഈ ആദിവാസി സംഗീതത്തിന്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവനെ കൂടി പഠിപ്പിക്കാൻ. എടാ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിൽ അത് കിടക്കില്ല. നിന്നെ വല്ല അകളിയിലും അട്ടപ്പാടിലും ഇടേണ്ട സൈസാ. നിൽക്കുന്നൊരു കോലം കണ്ടില്ലേ? മൃഗശാലയിൽ കൂടെ ഒഴുകൊണ്ടത് കേട്ടു. എന്താ അച്ഛന് നോട്ടമുണ്ടോ? രാവിലെ തന്നെ തന്തയ്ക്ക് പാലം വലിക്കുന്നോടാ. അച്ഛൻ കോൺട്രാക്ട് എടുത്ത് പണിഞ്ഞ പാലമാണെങ്കിൽ വലിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണോളൂ. അതെ, അച്ഛന്റെ ഇന്നത്തെ കണി ഏതായാലും മോശ. വന്ന് വീണത് കണ്ടില്ലേ? എടാ, നിന്റെയൊക്കെ തലവട്ടം കണ്ടപ്പോഴേ എനിക്ക് കഷ്ടകാലം തുടങ്ങിയല്ലോ. കഷ്ടകാലോ? വലിയ നിരീശ്വരവാദിയായ അച്ഛനെ ഈ കഷ്ടകാലത്തിലൊക്കെ വിശ്വാസം തുടങ്ങിയല്ലേ? അല്ല, എന്ന് പറഞ്ഞാൽ കഷ്ടകാലം എന്ന് ഞാനോട് പറഞ്ഞതേ ഉള്ളൂ. ആഹാ, അച്ഛനും മക്കളും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ? നീ ഒരുത്തി ഓമാരെ ചീത്തയാക്കിയത്. അച്ഛന്റെ തലയ്ക്കകത്ത് 100 കൂട്ടം പ്രശ്നങ്ങളാ. ഓഫീസിൽ പ്രശ്നം, പണിസ്ഥലത്ത് പ്രശ്നം, അതിനിടെ നിങ്ങളും കൂടെ പ്രശ്നം ഉണ്ടാക്കല്ലേ? ചെന്നാലും കഴിക്കാൻ നോക്ക്. അതെ, പ്രധാന ജോലി ആദ്യം നടക്കട്ടെ. കുട്ടിപ്പിക്കാണ്ടായവന്മാരും. അച്ഛാ, അച്ഛന്റെ ഈ കോൺട്രാക്ട് ബിസിനസ് നേരെ ചൊവ്വേ നടക്കാത്തത് ഞങ്ങൾ ഇവിടെ നിന്ന് പാട്ട് പറഞ്ഞുകൊണ്ടല്ല, ശത്രുക്കളുടെ പാരയാ. പാരയോ? ആ, സിംഗപ്പൂരിൽ നിന്ന് മടങ്ങി എത്തിയതിനു ശേഷം അച്ഛൻ സത്യസന്ധമായി ചെയ്ത ഏതെങ്കിലും ഒരു പ്രോജക്ട് ഇവിടെ വിജയിച്ചിട്ടുണ്ടോ? അതാ, അച്ഛൻ ഇവിടെ ഒരു നിലനിൽപ്പുണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് കൃഷ്ണവിഹാറിലെ ശങ്കരപ്പിള്ളയാ. അയാളാണ് അച്ഛന്റെ ഏറ്റവും വലിയ പാരപ്പിള്ള. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഒരുപാട് വെണ്ണയെല്ലാം കട്ടു നിമിത്തുള്ളതല്ലേ അവിടുന്ന്. ഈ ശങ്കരൻ എന്തെങ്കിലും അറിയാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പൊറുക്കണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ. പ്രിയ, വീട്ടിനെ കുളിപ്പിച്ച് കോമ്പ് ചെയ്ത് കഴിഞ്ഞോ? അയ്യോ, എന്താ മോളെ, നിനക്ക് എന്ത് പറ്റി? യോഗാസനം. ഇങ്ങനെ തലകുത്ത് നിൽക്കാൻ ഒരു യോഗം വേണം. സൂക്ഷിച്ച് പെടലി ഒടിഞ്ഞു പോവും. നിന്റെ തള്ള എന്തിയെ? അവളും ഇതുപോലെ പലയിടത്തും തലകുത്തി നിൽക്കുന്നുണ്ടാവും. തലകുത്തി നിൽക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? 2-3 പ്രാവശ്യം അറിയാതെ വെള്ളമടിച്ച് ഞാൻ തലകുത്തി വീണിട്ടുള്ളതല്ലാതെ അച്ഛൻ ഇതൊന്നും പരിചയമില്ലല്ലോ. അമ്മയ്ക്ക് രാവിലെ 10 മണിക്ക് മംഗലാസനത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. അതിന് മണി 7 ആയുള്ളൂ. അപ്പ അവൾ ആ കണ്ണാടിയുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. അല്ല, രാവിലെ തന്നെ ഇറങ്ങായോ? ഇന്നെന്താണാവോ മകളുടെ പ്രശ്നം? ഒരു സെമിനാറാ.
ശാലീനത്വം നഷ്ടപ്പെടുന്ന കേരള വനിതകൾ. ഈ വിഷയത്തെക്കുറിച്ചാണ് പ്രധാന ചർച്ച. എന്താ നോക്കുന്നേ? ഏയ്, എന്റെ ഭാര്യയുടെ ശാരീരിക സൗന്ദര്യം ഞാനൊന്ന് ആസ്വദിച്ചതാലേ. ഒന്ന് പതുക്കെ, മോള് കേക്കും. നീട്ടു, മമ്മി റെഡി, ഹറിയ. ആ, കേരള വനിതകളുടെ ശാരീരിക സൗന്ദര്യത്തിൽ പട്ടിക്ക് എന്താണാവോ പങ്ക്? ആ, എന്തിനാണ് ഈ ശവത്തിനെ കെട്ടിയെടുത്തോണ്ട് പോണത്? മിസ്സസ് മേനോന്റെ കാറിൽ എപ്പോഴും ഡോഗ് ഉണ്ടാവും. നമ്മുടെ സ്റ്റാറ്റസ് നമ്മളും കീപ്പപ്പ് ചെയ്യണ്ടേ? പോട്ടെ, ബൈ. ആ, പട്ടി ജനിച്ച നക്ഷത്രത്തിലെ ഗുണം. ഹലോ, ആ ശങ്കരപ്പിള്ള തന്നെ. സാറേ, ഞാനാ യൂണിയൻ നേതാവ് വക്കച്ചൻ. പറഞ്ഞ കാര്യം എന്തായി വക്കച്ച? നമ്പ്യാർ ഇവിടെ വളർന്നാൽ അത് എനിക്ക് വലിയ ദോഷമാ. സിംഗപ്പൂരിൽ നിന്ന് കുറെ പണവുമായിട്ടാൽ ഇവിടെ വന്ന് എന്നോട് മത്സരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? എനിക്ക് കിട്ടേണ്ട പല കോൺട്രാക്ടുകളും അത് കയറി വെട്ടിയില്ലേ? അയാളെ ഒതുക്കിയേ പറ്റൂ. എന്തെങ്കിലും ഒരു കാര്യം കിട്ടാതെ എങ്ങനെയാ യൂണിയൻ പ്രശ്നം ഉണ്ടാക്കുന്നു സാറേ? ആ, യൂണിയൻ നേതാക്കന്മാർക്ക് കാര്യം ഉണ്ടാക്കാനാണോ വിഷമം? എന്തെങ്കിലും കാര്യം ഉണ്ടാക്കിയേ പറ്റൂ. വക്കച്ചനെ ഞാൻ നേരാമ്പണ്ണം കണ്ടാ പോരെ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നമ്പ്യാരുടെ സൈറ്റിലെ എല്ലാ പണികളും ഞാൻ സ്തംഭിപ്പിച്ചിരിക്കും. തൊഴിലാളിക്കൊരു പ്രശ്നം വന്ന എല്ലാം എല്ലാം ഒന്നാണ്. നിരീശ്വരവാദി നമ്പ്യാർ മൂർദാബാദ്. മുതലാളി അകത്തേക്ക് എല്ലാം പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാ. ആ, പിടിച്ചോ ഞാനിപ്പോരാ. കള്ള നമ്പ്യാരെ. ഈ സമരം അനാവശ്യമാണ്. ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നിൽ സംഘടിതരായ തൊഴിലാളി വർഗം മുഴുവനുണ്ട്, അല്ലാതെ മറ്റാരുമില്ല. ശങ്കരപ്പിള്ളയുടെ കയ്യിൽ നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് വക്കത്തിന് തെണ്ടിത്തരം കാണിക്കരുത്. ഒരു വക അനാവശ്യം പറഞ്ഞാലുണ്ടല്ല, സിമന്റ് കൂടുന്ന മെക്കാട്ട് പെണ്ണുങ്ങളോട് തന്നെ തല്ലിയും. അതിലും ഭേദം താൻ തന്നെ നല്ലെന്നാ. സദാശിവ, എന്താണോ ഈ കാണിക്കുന്നേ? അവിടെ ഇരുന്നേ. വേണ്ട, എന്നെ അങ്ങനെ ഇരുത്തണ്ട, ഞാനവിടെ നിന്നോളാം. എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് ഇരുന്നേക്കാം. അതാ നല്ലത്. ഈ പ്രദേശത്ത് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റേത്. നേരായ മാർഗത്തിലൂടെ അല്ലാതെ തൊഴിലാളി വർഗത്തെ പിഴിഞ്ഞോ കൃത്രിമം കാണിച്ചോ 10 പൈസ ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സത്യസന്ധമായി ചെയ്യുന്ന കർമ്മത്തെയും സത്യത്തെയുമാണ് ഞാൻ ദൈവമായി കാണുന്നത്. വക്കച്ചോ, ഞാനൊരു നിരീശ്വരവാദിയാണെന്നുള്ള കാര്യം വക്കച്ചൻ അറിയാമല്ലോ. പക്ഷേ ദൈവത്തെ കൂട്ടുപിടിച്ച് മറ്റുള്ളവർക്ക് പാരവയ്ക്കുന്ന എരപ്പാളിത്തരം ആര് കാണിച്ചാലും ഞാൻ പ്രതികരിക്കും. പ്രതികരിക്കുമല്ലേ? പ്രതികരിക്കും. ഒന്ന് പ്രതികരിച്ചു നോക്ക്. ഈ അടിച്ചത് പിള്ളേരെ മുഖത്തിട്ടാണെന്ന് പറയണ പുല്ലേ. താനൊരു തൊഴിലാളി നേതാവിനെ തല്ലിയല്ലോ. ഇന്നും നാളെയും ഞാൻ കേരളാവൻ കുറയ്ക്കാവശ്യരിക്കുന്നു. നമ്പ്യാരുടെ ഗുണ്ടായി സംസാരിപ്പിക്കുക. കേരള ബന്ദ് സിന്ദാബാദ്. കണ്ട എംബോക്കിയല്ല ആഴ്ചയിൽ 10 ബന്ദ് പ്രഖ്യാപിച്ച് മനുഷ്യനെ പൊറുതി മുട്ടിക്കുന്നതുകൊണ്ട് ഈ ബന്ദിന്റെ വിലയൊന്നു പോയി. ആരോന്ന് പ്രഖ്യാപിക്കണം. പിന്നെ തല്ലിയല്ലോ. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കൂല. നാളെ ഭാരതം എന്താണ്? ഭാരത് ബന്ദ് സിന്ദാബാദ്. പൂരാജി നമ്പ്യാർ മൂർദാബാദ്. പൂരാജി നമ്പ്യാർ നീതി പാലിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും പ്രശ്നങ്ങൾ വഷളായി വരികയാണല്ലോ. ഈശ്വരനെ നിഷേധിച്ച് ജീവിക്കുന്നോണ്ടാ പ്രശ്നങ്ങൾ ഒഴിയാത്തത്. സത്യസന്ധമായി ജോലി ചെയ്ത് ജീവിക്കുന്നവരെ നിന്റെ ഈശ്വരന്മാര് ഭാരവെക്കുവോ? ഇതൊന്നും ഈശ്വരന്റെയും ജഗത്താന്റെയും വിളയാട്ടമല്ല സുധർമ്മേ, അധർമ്മങ്ങളുടെ വിളയാട്ടമാണ്. ബിസിനസ് രംഗത്ത് അച്ഛന്റെ ഈ ഫിലോസഫിക്കൊന്നും ഒരു സ്ഥാനമില്ല. അധർമ്മത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഈ പ്രശ്നം ഞങ്ങൾക്ക് വിട്ടുക. നിന്നെയൊക്കെ വിശ്വസിക്കാവോ? 100% വിട്ടു വന്നിരിക്കുന്നു. തകരണം ഒക്കെ തകരണം. അവന്റെ ആഫീസിന്റെ ചില്ലുകൾ തകർന്ന പോലെ അവന്റെ എല്ലാ ബിസിനസ്സുകളും തകരണം. അതെന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം. അതിനുവേണ്ടി എത്ര പണം ചെലവാക്കാനും എനിക്കൊരു മടിയില്ല. ഇതൊരു ദക്ഷിണയായിട്ടിരിക്കട്ടെ. മുതലാളി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി നമ്പ്യാരുടെ
എല്ലാ സ്ഥാപനങ്ങളിലും സമരങ്ങളുടെ വെടിക്കെട്ടായിരിക്കും. വെറുതെ അല്ല പറഞ്ഞേ. KPCC ജില്ലാ സെക്രട്ടറി വക്കച്ചനായി പറഞ്ഞേ. നോക്കിക്കോ. ഏ? വളരെ ആ, വളരെ മോളെ. നമ്പ്യാർക്ക് വെച്ചിട്ടുണ്ട്. അവനവൻ കുഴിക്കുന്ന കുഴികളിൽ വീഴുമ്പോ ഗുലുമാൻ അച്ഛൻ കേട്ടിട്ടുണ്ടോ? അത് മോളെ അതൊരു സിനിമയ്ക്കകത്തെ പാട്ടല്ലേ? ആ പാട്ടിന്റെ കാസറ്റ് ഒരെണ്ണം വാങ്ങി ദിവസവും കേൾക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ രാവിലെ പൂജാമുറി കയറുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ കാസറ്റ് പൂജാമുറിയുടെ ടേപ്പിലിട്ടിട്ട് ഞാൻ കേട്ടോളാം. പോലെ പുറത്ത്. എന്നെ വിളിച്ചോ? ആ വിളിച്ചു. എന്താ കാര്യം? എന്റെ അമ്മായിയമ്മ ജനത്തെ പ്രസവിച്ചു. അറിഞ്ഞില്ലേ? ഒരാളും ഒരു പെണ്ണും. വായി വിട്. ആരാ നടക്കണ വഴിക്ക് വണ്ടി ഇട്ടിരിക്കണേ? അറിയണോ അല്ലേ? ആരാ? ഞങ്ങൾ ആരാണെന്ന് തനിക്ക് മനസ്സിലായോ? അറിയാമേ. ആരാ? നമ്പ്യാരുടെ മക്കളല്ലേ? എടാ സന്ദീപേ, ഇയാള് നമ്മളെ തിരിച്ചറിഞ്ഞു. എടുക്കാൻ ഇനി തന്നെ ജീവനോടെ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ല. നീ ആ പെട്രോളിംഗ് എടുത്തേ. ഞാൻ പാവോടെ. ആണോ? മരിച്ചുപോയ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ പ്രതിമ ഞങ്ങളുടെ കവലയിൽ വെക്കണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കാം. അത് തന്നെ ആയിക്കോട്ടെ. ദാ, അയ്യോ പാവോടെ. മുതൽ സമരങ്ങളൊന്നും ഇല്ലേ? എന്നെ കാകണേ. ഉറപ്പാണ്. ഉറപ്പാണോടാ? സത്യം. നാളെ ഒരു സമയത്ത് ഞാനില്ല. ഞാൻ എന്തെങ്കിലും കൂലിപ്പണി എടുത്ത് ജീവിച്ചോളെ. എന്നെ കാകണേ. അയ്യോ ആര് വിളിക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും ഇതുപോലെ. സമരം തീർന്നെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. 7ഓളം ബില്ലുകൾ ഇപ്പൊ പാസ്സാകാതെ കിടക്കുകയാണ്. ആ ഇനത്തിൽ നമുക്ക് വരാനുള്ളത് ലക്ഷക്കണക്കിന് രൂപയാണ്. കൈക്കൂലി കൊടുക്കേണ്ടടുത്ത് കൊടുത്താലേ ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ നടക്കൂ. നിർത്ത്. അങ്ങനെ വളഞ്ഞ വഴി കൂടി കാര്യം നേടുന്ന സ്വഭാവം നമ്പ്യാർക്കില്ല. നേരായ അളവിൽ സിമെന്റും കമ്പിയും ചേർത്താണ് ഞാൻ ഓരോ ബിൽഡിംഗും പണിതിരിക്കുന്നത്. എടാ, യുക്തിവാദിയായ ഒരു മനുഷ്യനും ഒരിക്കലും സമൂഹത്തെ വഞ്ചിക്കില്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നമ്മൾ പണിത ഫ്ലാറ്റിൽ ചോർച്ചയുണ്ടെന്ന് പറഞ്ഞ് കമ്പനിക്കെതിരെ കേസായിട്ടുണ്ട്. ഈശ്വര, അങ്ങനെ അബദ്ധത്തിലാണെങ്കിലും വല്ലപ്പോഴും ഈശ്വരനെ വിളിക്ക. തുറന്നു പറയാലോ, സ്റ്റാഫുകൾക്ക് ഈ മാസത്തെ ശമ്പളം കൊടുക്കാൻ പോലും ക്യാഷ് റൈസ് ആയിട്ടില്ല. ആകെ പ്രശ്നങ്ങളാ. ഒന്ന് നിർത്തോ. വെറുതെ മനുഷ്യനെ പ്രാന്തുടിപ്പിക്കാൻ വേണ്ടി രാവിലെ പെട്രോളും കത്തിച്ച് വരും. ഈ പ്രശ്നങ്ങളല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ലേ? അല്ല, വിവരങ്ങളൊക്കെ ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലും പരിഹാരം കണ്ടില്ലെങ്കിൽ കമ്പനി കൂട്ടേണ്ടി വരും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആ ചെല്ലേ. എല്ലാത്തിനും കാരണം നിങ്ങളുടെ യുക്തിവാദ. ആണെന്ന് തന്നെ വെച്ചോടി. നീ ദിവസം വിളിക്കാറുണ്ടല്ലോ ദൈവമേ ദൈവമേ എന്ന്. വല്ല ഗുണമുണ്ടോ? കമ്പനി കൂട്ടാൻ പോവാ. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യുക്തിവാദം പറഞ്ഞ് കുടുംബം നശിപ്പിക്കരുത്. അല്ലച്ചാ, അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. എഴുന്നേരെ എഴുന്നേരെ എഴുന്നേരെ. ആ പോ പോ പോ, ഈശ്വര പോ. വിശ്വാസം പോടാ. അവരോട് ബഹുമാനവും ഇല്ല. പിന്നെ അങ്ങനെ നന്നാവും. ഇതാ, വല്ലതും പറഞ്ഞായിരുന്നോ? കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയായിരുന്നു. പോടാ പോടാ, പോയി ഞങ്ങളാ പോടാ. ഈ യൂണിയൻ കൂടി ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. വന്നൊരു യുക്തിവാദിക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാണ്ടായോ എന്റെ ദൈവമേ. ഓ. ഛേ, എന്താ സുധർമ്മ ഇത്? നീ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്കൊന്നും വേണ്ട. എടോ, ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളാ വലുത്. നീ ഈശ്വരനെ വിശ്വസിക്കരുതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്നിട്ടും എന്റെ വിശ്വാസങ്ങൾ ഈ കുടുംബത്തെ തകർത്തുവെന്ന് നീ പറഞ്ഞു. സാരമില്ല, എനിക്കൊരു തകർച്ച വന്നപ്പോ ജീവിതത്തിൽ ആദ്യമായി നീ എന്നെ കുറ്റപ്പെടുത്തി, വേദനിപ്പിച്ചു. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഭർത്താവിനെ തലോടി ആശ്വസിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തള്ളിപ്പറയാതിരുന്നുകൂടെ? വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, പേടി കൊണ്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കഷ്ടകാലം വരുമോ? ഒന്നിനു പുറകെ ഒന്നായി
പ്രശ്നങ്ങളല്ലേ? നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കിയാലോ? എന്റെ സുധർമ്മേ, അതൊക്കെ അന്ധവിശ്വാസങ്ങളാ. ഈ ജ്യോതിഷം മഷിനോട്ടം എന്നൊക്കെ പറയുന്നത് വെറും കപടശാസ്ത്രങ്ങളാ. ദേ, ഇപ്പൊ മനുഷ്യനെ പറ്റിക്കാൻ ടിവിയിലും തുടങ്ങിയിട്ടുണ്ട്. അജ്ഞാതം, അവർണനീയം, പത്രക്കാര വകയായിട്ട് വാരഫലം. മോശം. നിങ്ങൾ പറയുന്ന ഒന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അറിവൊന്നും എനിക്കില്ല. സിമന്റ് നേരാവണ്ണം ചേർത്തിട്ടും കെട്ടിടം ചോരുന്നു. സത്യസന്ധമായി ഓരോ പണി ചെയ്തിട്ടും ബില്ല് പാസ്സാകുന്നില്ല. സർവത്ര കാര്യങ്ങളിലും തടസ്സം തന്നെ. അതൊക്കെ ശരിയാവൂടൂ. ഒന്നും ശരിയാകാൻ പോകുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എതിരെ പറയൂ, പ്രത്യേകിച്ചും ദൈവകാര്യത്തിൽ. നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും നിങ്ങളിത് ചെയ്യണം. എന്റെ മനസമാധാനത്തിന് ഉപേക്ഷ പറയരുത്. ശരി, വിശ്വാസമില്ലെങ്കിലും നിന്റെ ആഗ്രഹത്തിന് ഈ ഒരു പ്രാവശ്യം ഞാൻ കൂട്ടുനിൽക്കാം. ഒരു പ്രശ്നത്തിലൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറുകയാണെങ്കിൽ നീ പറയും പോലെ ഒരു ഈശ്വര വിശ്വാസിയായി ഞാൻ ജീവിച്ചോളാം. അതല്ല എങ്കിൽ മേലിൽ ഇത്തരം കാര്യങ്ങൾക്ക് എന്നെ നിർബന്ധിക്കരുത്. സമ്മതിച്ചു. എങ്കിൽ നീ തന്നെ ജോലിസിനെ വിളിച്ചു വരുത്തി പ്രശ്നം വെപ്പിച്ച് നമ്മുടെ പ്രശ്നം മാറ്റ്. പിന്നെ അതൊരു പ്രശ്നമാകരുത്. എന്നെ ചാടിക്കുന്ന പോലെ തന്നെ പട്ടികളെയും. നീ ഹിറ്റ്ലറെ നോക്കൂ, ഇവൻ എത്ര പാവമാണ്. ഇവനെ പോലെ നിനക്കും അനുസരണയോടെ നടന്നൂടെ? only 4 biscuits for you. ഒരെണ്ണം എനിക്ക് വന്നിരുന്ന എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടേനെ. എക്സ്ക്യൂസ് മീ, സുസോലിന്റെ വയറിന് സുഖമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. അസുഖം മാറിയിട്ട് ഇറച്ചിയൊക്കെ തരാം. ഓക്കെ? ഈ പട്ടിമുറ്റത്ത് വന്നേ പിന്നെ ഇറച്ചി കണ്ട കാലം ഞാൻ മറന്നു. ഓ മൈ ഡിയർ ക്ലിയോപാട്ര, ഇന്നലെ രാത്രി ആന്റിബാർ തന്നിട്ട് വൈറ്റ് ചെയ്ത് പോയോ? അത് ദിവസം എനിക്ക് തരുന്നുണ്ടല്ലോ. വളയം പിടിക്കുമ്പോ വയറ്റിൽ നിന്ന് പോകുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ കണ്ട പ്രാന്താണ്. ആ പട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ 100-ൽ 1 അംശം ഈ ഡ്രൈവറോട് കാണിച്ചാൽ മതിയായിരുന്നു. ഓമനക്കുട്ടാ, കുറയ്ക്കണ്ട, ദാ വരുന്നേ ഇങ്ങനൊരു മനുഷ്യൻ. എന്താ സാർ? എന്താ സാർ? ഞാൻ കുറച്ച് കഴിയുമ്പോൾ ടിപ്പുവിനെ ഡോഗ് ഷോയ്ക്ക് പോകും. ആ. നീ നമ്മുടെ പട്ടികളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചേക്കണം. ഞാൻ പല പ്രാവശ്യമായി സാറിനോട് പറയുന്നു, പട്ടികളെ കുളിപ്പിക്കാനും ചിരിപ്പിക്കാനും കൂട് കഴുകാനും ഒക്കെ വേറെ ആരെങ്കിലും വെക്കണമെന്ന്. ഞാനൊരു ഡ്രൈവറല്ലേ സാർ? എനിക്ക് സമയമില്ലാത്തപ്പോൾ മാത്രമല്ലേ നിന്നെ ഈ കാര്യങ്ങളിൽ ഏൽപ്പിക്കാറുള്ളൂ. ഇനി സത്യം പറയാമല്ലോ സാറേ, ഈ പട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. Shut up. നീ വേണേ എന്നെ പുച്ഛിച്ചോളൂ, ഞാൻ ക്ഷമിക്കാം. പക്ഷേ പട്ടികളെ പുച്ഛിക്കരുത്. ലോകത്തെ ഏറ്റവും നന്ദിയുള്ള വർഗമാണ് പട്ടികൾ. പക്ഷേ എല്ലാവരും പട്ടികളെ തരം താഴ്ന്ന ജീവികളായിട്ടാണ് കാണുന്നത്. ഇറങ്ങി പോണ പട്ടി. മുതലാളി, എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ ഞാൻ തൊഴിലാളിയാണ് എന്നൊക്കെ പറയുന്നത് ഈ തരം താഴ്ത്തലിന്റെ ഉദാഹരണങ്ങളാണ്. ആഹാ. മനുഷ്യരെക്കാളേറെ പട്ടികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരെന്നെ പട്ടി മേനോൻ എന്ന് വിളിക്കുന്നത്. ആ. അയ്യോ. ആ വിളി കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഒരു സുരകസ്നേഹിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ആ. നിനക്കറിയാമോ, എന്റെ ഭാര്യ മരിച്ചിട്ട് പോലും ഞാൻ കരഞ്ഞില്ല. പക്ഷേ എന്റെ എലിസബത്ത് മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. എലിസബത്ത് രാജ്ഞിയോ? അവര് മരിച്ചോ? എപ്പോ? എലിസബത്ത് രാജ്ഞിയല്ലടോ, ഏലം കുളത്തുനിന്ന് വായിച്ച വളർത്തതായി എലിസബത്ത്. ആഹാ. ആ ഇത് ഈ ജന്മം ശരിയാവില്ല. കഷ്ടം. ഒരുത്തൻ എന്റെ മുഖത്ത് നോക്കി പട്ടി എന്ന് വിളിച്ചാൽ ആ കോംപ്ലിമെന്റ് ഞാൻ ഷേക്ക് ഹാൻഡ് പട്ടി. കൊടുക്കും. ഞാനിവിടെ പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. തല്ലിന് പകരം തലോടൽ കിട്ടിയാൻ. ഭാഗ്യമുള്ള പട്ടികൾ, ഭാഗ്യമില്ലാത്ത ഈ ഡ്രൈവർ. ഹലോ, മേനോൻ സ്പീക്കിംഗ്. അച്ഛാ, ഇത് ഞാനാ, സുധർമ്മ. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ആ, ഓഹോ, എന്നിട്ട് സമ്മതിച്ചോ? മോളെ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അച്ഛൻ ഇന്ന് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഫാമിലി ജോൽസൻ തങ്കുവാശാനില്ലേ, അയാളെ ഞാൻ അങ്ങോട്ട് അയക്കാം. എന്താ പോരെ? പെട്ടെന്ന് തന്നെ വേണം. ആ, ശരി.
ശത്രു നിസ്സാരക്കാരനല്ല, സംഗതി കൂടോത്രമാണ്. നിങ്ങൾ വില കൊടുത്തു വാങ്ങാതെ കൈവന്ന വസ്തുവിലാ കൂടോത്രം. അങ്ങനെ എന്തെങ്കിലും ഈ ഭവനത്തിലുണ്ടോ? വല്യമ്മാവൻ ഞങ്ങൾക്കൊരു കിണ്ടി തന്നിട്ടുണ്ട്, ചിലപ്പോ അതിലായിരിക്കും. അതാവില്ല, ചിലപ്പോ ചേട്ടൻ ആദിവാസികളുടെ കയ്യിൽ നിന്നും വാങ്ങിയ വല്ല വസ്തുവിലുമായിരിക്കും. അതൊന്നുമല്ലടാ, ചിലപ്പോ അപ്പുറത്തെ ജാനു തന്ന ചൂരിലായിരിക്കുവോ, അതോ തങ്കമണി എന്ന ഒലക്കയിലായിരിക്കുവോ? വിശ്വാസമില്ലെങ്കിലും പരിഹസിക്കണ്ട നമ്പ്യാരെ. തങ്കുപ്പണിക്ക് തെളിയിച്ചു തരാം. ഇന്നേ വരെ ഞാൻ ഗണിച്ചു പറഞ്ഞിട്ടുള്ള ഒന്നും പഠിച്ചിട്ടില്ല. കടല് കടന്നു വന്ന വസ്തുവിലാണ് കൂടോത്രം. 6 മാസത്തിന് മുമ്പ് സിംഗപ്പൂരിൽ നിന്ന് കടല് കടന്നു വന്നത് ഞാനാ. നീ ഞാനോ മറ്റോ ആണോ കൂടോത്രം? സിംഗപ്പൂരിൽ നിന്ന് വില കൊടുക്കാതെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? ഈശ്വരനെ വിചാരിച്ച ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരനെ വിചാരിക്കാണ് ഞാൻ ആലോചിച്ച് നോക്കട്ടെ, കിടന്ന് ബഹളം വെക്കാതെ. സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോ എന്താണ്? ഉണ്ട്, നമ്മുടെ ഷോക്കേസിലിരിക്കുന്ന ജൂനിയർ മാൻഡ്രക്കിന്റെ പ്രതിമ. കൊണ്ടുവരൂ, കാണട്ടെ. മോനെ സൂക്ഷിച്ച്. എന്താണ് ഇത്? ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരുത്തിയിട്ടുണ്ട്. ഇരിക്കുന്നവ മുടിയും. പ്രശ്നങ്ങൾ അവസാനിക്കില്ല, അപകടങ്ങൾ പലതും സംഭവിക്കും. എന്റെ ഈശ്വര, എന്താ ഈ കേക്കണേ? നിങ്ങളുടെ ഈശ്വരഭക്തി കൊണ്ട് മാത്രമാണ് ഇതുവരെ പിടിച്ചു നിന്നത്. ഇതിനൊരു പ്രതിവിധിയില്ലേ? ഞാൻ വിചാരിച്ചാൽ ബാധയെ ഒരിടത്തും പിടിച്ചു കിട്ടാൻ കഴിയില്ല. അതിന് അഥർവം പഠിച്ച ഏതെങ്കിലും ദുർമന്ത്രവാദിയുടെ ആഭിചാര കർമ്മം വേണം. ഇതൊന്ന് നശിപ്പിച്ചു കളഞ്ഞാ പ്രശ്നങ്ങൾ തീരില്ലേ? വസ്തു നശിക്കുമെങ്കിലും ബാധ ഇവിടെ തന്നെ നിൽക്കും. പുഴയിലെറിഞ്ഞാലോ കുഴിച്ചിട്ടാലോ ഇതൊക്കെ തന്നെ അവസ്ഥ. ഇവിടെ നിന്ന് ബാധ ഒഴിയണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താ പണിക്കരെ? ഈ വസ്തു മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കണം. അത് ഏറ്റുവാങ്ങുന്ന ആളുടെ കൂടെ ബാധയും പൊയ്ക്കൊള്ളും. മനസ്സില്ലാ മനസ്സോടെയോ ഇഷ്ടമില്ലാതെയോ ആണോ വാങ്ങുന്നതെങ്കിൽ വസ്തു പോകും, പക്ഷെ ബാധ ഇവിടെ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ തങ്കുപ്പണിക്കര് തന്നെ ഈ പ്രതിമ സന്തോഷപൂർവ്വം സ്വീകരിച്ചട്ടെ. എന്റെ കുടുംബം മുടിഞ്ഞു കാണണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അല്ല, പണിക്കരാകുമ്പോ അതിന് വേണ്ട പ്രതിവിധിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ട് പോലും പിടിച്ചു കിട്ടാൻ പറ്റാത്ത ബാധയാന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്യാം, അല്ലെങ്കിൽ വരുന്നത് എല്ലാരും കൂടി അനുഭവിക്കാം. ഇവിടുത്തെ ഫീസ് എത്രയാ? കണക്ക് പറഞ്ഞ് ഫീസ് വാങ്ങാൻ ഇതെനിക്കൊരു ബിസിനസ് ഒന്നുമല്ല. ഒരു നിരീശ്വരവാദിയുടെ വീടാന്നറിഞ്ഞിട്ടും ഇങ്ങോട്ട് കയറി വന്നത് മേനോൻ പറഞ്ഞിട്ടാ. എന്നാലും ദക്ഷിണയായിട്ട് ഒന്നും വാങ്ങരുന്ന് മേനോൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, അടുത്ത പ്രസവത്തിന് ഒരു മുന്തിയിലും പട്ടിക്കുട്ടിയെ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദക്ഷിണയായല്ലോ, പണം അല്ലെങ്കിൽ പട്ടി. അല്ല, ഈ ദക്ഷിണ എടി, ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ. നിങ്ങളൊക്കെ വിശ്വസിക്കുന്നവരുടെ കഷ്ടമാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, ഈ അശ്രീകരം പിടിച്ച പ്രതിമ അച്ഛൻ എവിടെ നിന്ന് എത്തി? അതൊരു നീണ്ട കഥയാണ്. ഞാൻ സിംഗപ്പൂരിലായിരിക്കുന്ന കാലത്ത് അതൊരു ചെറുകഥയാക്കി പറഞ്ഞാൽ മതി. അതായത്, ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വരാൻ നേരം എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ ഏൽപ്പിച്ചതാണ് ഈ പ്രതിമ. നാട്ടിലുള്ള അയാളുടെ കൂട്ടുകാരന് കൊടുക്കാൻ. എയർപോർട്ട് വന്ന് ഇറങ്ങുമ്പോ അയാൾ ഒന്ന് മേടിച്ചോളൂന്നും പറഞ്ഞു. പക്ഷെ ഞാൻ ആരെയും കണ്ടില്ല. ഞാൻ നേരെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എങ്കിൽ സംശയിക്കാനൊന്നുമില്ല, ഇത് കൂടോത്രം തന്നെയാ. അച്ഛന്റെ വളർച്ചയിൽ അസൂയ തോന്നിയ ആ സുഹൃത്ത് അച്ഛൻ മുടിയാൻ വേണ്ടി ചെയ്ത ഒരു സിംഗപ്പൂർ കൂടോത്രം. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എയർപോർട്ടിൽ ഈ പ്രതിമ വാങ്ങാൻ ആരും വന്നില്ല അച്ഛാ? എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും ഒരു കുഞ്ഞു പോലും ഇതന്വേഷിച്ച് ഇവിടെ വന്നില്ല? ആരും വരാതാകുമ്പോ അച്ഛനത് വീട്ടിൽ സൂക്ഷിക്കുമെന്നും അതോടെ നമ്മളെല്ലാം നശിച്ച് കുത്തുപാളെടുക്കുമെന്ന് അയാൾക്കറിയാം. അതെ, ഭയങ്കര ചതിയായി പോയി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊരു ഒഴിവാക്കാൻ മാർഗം എന്താന്ന് ആലോചിക്കേ. ചേടാ, പ്രശ്നം മാറാൻ വേണ്ടി പ്രശ്നം വെച്ചപ്പോ അതൊരു പ്രശ്നമായോ? കണ്ട എന്ത് കേട്ടില്ലേ?
എടാ ഫൂൾ, അത് കോളിംഗ് ബെല്ലാടാ. ആഹാ. അതുമായിട്ടല്ലേ കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ആരാ അത്? എന്നാലും ആളുണ്ട്. ഓ അയ്യോ, നമസ്കാരം. ഇതാരാ? പിള്ളേച്ചനോ? വരണം വരണം, വാ ഇരിക്കെ. എടോ, ബിസിനസ്സിൽ നമ്മൾ തമ്മിൽ മത്സരമുണ്ടെങ്കിലും ഈ നാട്ടുകാര് പറയുന്നത് പോലെ ഒരു ശത്രുതയില്ല. തനിക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. തന്റെ കമ്പനി ആകെ തകർന്നിരിക്കുകയാണെന്ന് കേട്ടല്ലോ. എന്ത് പറ്റിയിടൂ? ഓ, ഒന്നും പറയണ്ട എന്റെ പിള്ളേച്ച. ചില എംബോക്കികള് പാറയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയല്ലേ, അതുകൊണ്ട് കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ ശരിയാ, ഞാനും ഒരു തരത്തിൽ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ എ സി ഇല്ലല്ലേ? നമ്മുടെ വീട്ടിലും ഇല്ലല്ലോ. ആ? ആര് പറഞ്ഞു? കേട് പറ്റിയതല്ലേ. ആട്ടെ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഞാൻ BA മ്യൂസിക് കഴിഞ്ഞ് ആദിവാസി സംഗീതത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. കൊള്ളാം. അതാ തനിക്ക് ഒരു ആദിവാസി ഛായ. ഞാൻ ഡിഗ്രിക്ക് തോറ്റു. ഇപ്പൊ സ്ഥിരം ട്യൂട്ടോറിയല്ല. ആ, അപ്പൊ മക്കളെ കൊണ്ട് നമ്പ്യാർക്ക് ഒരു ഗുണവുമില്ലെന്ന് അർത്ഥം. അല്ല, പിള്ള വന്ന കാര്യം പറഞ്ഞില്ല. എന്റെ 50ാം പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് ഇവക്ക് ഒരേ നിർബന്ധം. ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. സാധാരണ 60ാം പിറന്നാൾ ആഘോഷിക്കാറുണ്ട്. 50ാം പിറന്നാൾ ആഘോഷത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുക. അത് ഷഷ്ടി പൂർത്തി, ഇത് കഷ്ടി ഓ, പൂർത്തി. കഷ്ടിപൂർത്തിയാ. ഈ 60 എന്നൊക്കെ പറയുന്നത് ഓൾഡ് ഫാഷനാ. ഇപ്പൊ 50 ഫാഷൻ. അച്ഛന്റെ 50ാം പിറന്നാൾ ആഘോഷിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാ, പക്ഷേ അമ്മ സമ്മതിച്ചില്ല. ഓ, പണത്തിന്റെ ടൈറ്റ് കൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത്. ഏയ് അതൊന്നുമല്ല, അമ്മ ഭയങ്കര വിശ്വാസിയാ. അമ്മയുടെ അമ്മാവൻ 50ാം പിറന്നാൾ ആഘോഷിച്ചതിന്റെ 4ാം ദിവസം വടിയായിപ്പോയി. ഈ 50ാം പിറന്നാൾ ആഘോഷിച്ചാൽ പിന്നെ അധിക ദിവസം ജീവിച്ചിരിക്കില്ലെന്ന അമ്മ പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടോ വിശാലം? ഏയ്, ഇനി അഥവാ അങ്ങനെ എങ്ങാനും സംഭവിച്ച ഞാൻ അങ്ങ് സഹിച്ചോളാം. ഏ? ഇവള് തമാശ. ബിസ്ലറി വാട്ടർ തിളപ്പിച്ച ചായയാണോ? അല്ല, പൈപ്പ് വെള്ളത്തിലാ. അയ്യോ, എങ്കിൽ ഞങ്ങൾ കഴിക്കില്ല. അയ്യോ, ഞാനത് ഓർത്തില്ല. ഞങ്ങൾക്ക് ഷുഗറാ. ആന്റി, എനിക്ക് വേണം. മോള് സാധാരണ ഹോളിസല്ലേ കഴിക്കുക. ഇന്നെന്ത് പറ്റി? ആര് പറഞ്ഞു? ഞാൻ ചായ കുടിക്കാറുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല. ആ, നീ അതൊന്നും കാണുകയില്ല. നിനക്ക് എവിടെയാ സമയം? അപ്പോ 15ാം തീയതിയാണ് നമ്മുടെ ഫംഗ്ഷൻ. എല്ലാവരും വരണം, മറക്കരുത്. വരട്ടെ. ശരി. പടി പടി പടിയുണ്ട് പടി. അയ്യോ, പടി പടി. ഇത്രയ്ക്ക് അസൂയയും പൊങ്ങച്ചുള്ള ഒരു ഫാമിലിയെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആ പെണ്ണ് നല്ല കുട്ടിയാ. അതെ, അത് ഞാനും അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അച്ഛാ, എനിക്കൊരു ഐഡിയ. അവളെ കെട്ടുന്ന കാര്യമാണെങ്കിൽ മക്കളെ നടക്കത്തില്ല. ഛേ, അതൊന്നും അല്ല അച്ഛാ. ആ ജോത്സ്യര് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ ഒരു മാർഗമുണ്ട്. പിള്ളയുടെ പിറന്നാളിന് നമ്മൾ ആ കൂടോത്ര പ്രതിമ സമ്മാനമായിട്ട് കൊടുത്താലോ? ഗിഫ്റ്റ് ആയതുകൊണ്ട് അങ്ങേര് അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. പാരയ്ക്കൊരു മറുപാര. ആ, ജോത്സ്യര് പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും, അങ്ങേരുടെ പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്യും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ. ആ പരീക്ഷണം കൂടെ നമ്മൾ നടത്തി നോക്കിക്കളയാം. ഇത് പരീക്ഷിക്കാൻ പറ്റിയ വേറൊരുത്തനെ ഈ ഭൂലോകത്ത് വരെ കിട്ടത്തില്ല. അത് വേണോ? മിണ്ടിപ്പോരുത്. പ്രതിമ പാക്ക് ചെയ്യട്ടെ അച്ഛാ. ഹലോ, എന്താ വൈകിയത്? പ്രസന്റേഷൻ പാക്ക് ചെയ്തപ്പോ വൈകിപ്പോയി. വരൂ, ഞാൻ അച്ഛനെ വിളിക്കാം. ഞാൻ തന്നെ കൊടുക്കണോ? അച്ഛൻ ഇപ്പൊ അതും ഇതും പറഞ്ഞ് ചളമാക്കും. അച്ഛന് പേടിയൊന്നും മാറ്റാമോ? ഇതുപോലെ ഒരു അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. വന്നേ, ഒന്നിരുന്നാലും ഇല്ല. എന്താണ് ഇരുന്നാട്ടെ. അയ്യോ, ഇതാര്? എന്താ വന്ന കാലം നിൽക്കണത്? അങ്ങോട്ട് ഇരുന്നാട്ടെ. ഞാൻ വിളിക്കാം. വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വളരെ അയ്യോ, മുതലാളി, നമ്മുടെ പുതിയ കാറിന്റെ ചില്ല് തേങ്ങ വീണ് ഉടഞ്ഞു. നീയേ വണ്ടി തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് മാറ്റിട്ടേ. പിന്നെ മൊട്ടത്തലയൻ കൂടോത്രം പണി തുടങ്ങി. ദാ അവര് വന്നല്ലോ. നമസ്കാരം. ആ, ആ. ഞങ്ങൾ JK എന്റർപ്രൈസസിൽ നിന്നാ. ഉം. മുമ്പ് ചെറിയൊരു ധാരണ പിശകിന്റെ പേരിൽ നടക്കാതെ പോയ ആ പ്രോജക്റ്റ് നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം.
പക്ഷെ ഞങ്ങളുടെ വ്യവസ്ഥ നിങ്ങൾ അംഗീകരിച്ചില്ലല്ലോ ഇതെങ്ങനെയാ? അന്ന് പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. എന്നാ അഡ്വാൻസ് കൊടുക്ക്. ഇത് 2 ലക്ഷം രൂപ അഡ്വാൻസ്. ബാക്കി കാര്യങ്ങളാണ് ഓഫീസിൽ ഒന്ന് സംസാരിക്കാം. എന്നാ ഓഫീസ് വെച്ച് കാണാം. എന്ന് നിങ്ങൾ പറഞ്ഞിട്ടെ. ആയിക്കോട്ടെ വരട്ടെ. ശരി സാർ. ആ ശ്രീകരം പിടിച്ച പ്രതിമ കുടുംബത്തിൽ നിന്ന് പോയപ്പോ മഹാലക്ഷ്മി ഒന്ന് കയറുന്നത് കണ്ടോ? ആ പാരപ്പിള്ളയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള തെളിവ് എനിക്ക് കിട്ടി. നമ്മൾ രക്ഷപ്പെട്ടു. മാറാതെ കിടന്ന എല്ലാ ബില്ലുകളും മാറി. മാത്രമല്ല 1.5 കോടിക്കുള്ള കഞ്ഞിക്കുഴി പാലത്തിന്റെ ടെൻഡറും നമുക്ക് അനുവദിച്ചു. എല്ലാം ദൈവത്തിന്റെ ഒരു മറിമായം. എന്തോ അല്ല, ഒരു മറിയും. ഞാൻ കൊണ്ടില്ലട്ടെ. ഭഗവാനെ, ഭക്തവത്സല, എല്ലാം നിന്റെ മായ. മറിതമലി മാമണിയേ മുരുകയ്യ, മറിതമലി മാമണിയേ മുരുകയ്യ, ദേവരിൻ കുളം കാക്കുവേലയ്യ, മറിതമലി മാമണിയേ മുരുകയ്യ, ദേവരിൻ കുളം കാക്കുവേലയ്യ, മറിതമലി മാമണിയേ മുരുകയ്യ, മണമിഴി ചന്ദനം അഴകിയ കുങ്കുമം പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലത്ത് മെத்தை സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂരദീപം സ്വാമിക്ക്, അയ്യപ്പന്മാர்களுം കൂറിക്കൊണ്ട് അയ്യണിയാടി ചെന്നിടുവാർ, ശബരിമലയ്ക്ക് ചെന്നിടുവാർ സ്വാമിയേ